നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നിട്ട് 3 ആഴ്ച. കോട്ടയം കരിമഠം ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ തുറന്നിട്ടില്ല. സ്കൂളിന് സമീപത്തെ പാടത്ത് മട വീണ് മുറ്റവും പരിസരവും വെള്ളക്കെട്ട്. വെള്ളം വറ്റിക്കാൻ പാടശേഖര സമിതി തയ്യാറാകുന്നില്ല. വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. കവിതകൾ ചൊല്ലി ക്വിസ് മാസ്റ്ററായി മന്ത്രി VN വാസവൻ. തത്സമയം ഉത്തരങ്ങളുമായി വിദ്യാർത്ഥികളും. ജീവിതം മുഴുവൻ സന്തോഷം ഉണ്ടാകുന്നതാവണം വിദ്യാഭ്യാസമെന്ന് ഡോക്ടർ രാജു നാരായണ സ്വാമി IAS. വിദ്യാർത്ഥികൾ മനുഷ്യത്വവും മൂല്യങ്ങളും ഉൾക്കൊള്ളണം. ഭക്തസഹസ്രങ്ങളെ സാക്ഷിയാക്കി പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശ ചടങ്ങ് നടക്കുന്നത് 18 വർഷങ്ങൾക്ക് ശേഷം. വാർത്തകൾ വിശദമായി. അധ്യയനം തുടങ്ങി 3 ആഴ്ച പിന്നിട്ടിട്ടും കോട്ടയം കരിമഠം ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ തുറന്നിട്ടില്ല. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പാടശേഖരത്ത് മട വീണതോടെ സ്കൂൾ മുറ്റവും മൈതാനവും വെള്ളത്തിലായി. വെള്ളം വറ്റിക്കുന്നതിന് പാടശേഖര സമിതി മുൻകൈയെടുക്കണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നിട്ട് ഇത് 3ാമത്തെ ആഴ്ച. എന്നാൽ കോട്ടയം കരിമഠം ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ ഇതുവരെ തുറന്നില്ല. ഇവിടുത്തെ 27 കുട്ടികളുടെ പഠനം മുടങ്ങിയിരിക്കുകയാണ്. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന VKV പാടശേഖരത്ത് വെള്ളം നിറഞ്ഞ് സ്കൂൾ പരിസരം മുഴുവൻ വെള്ളക്കെട്ടാണ്. സ്കൂൾ പ്രവർത്തിക്കുന്നത് പാടശേഖരത്തിന്റെ പുറം ബണ്ടിലാണ്. വെള്ളപ്പൊക്ക സമയത്ത് പാടശേഖരത്ത് മട വീണ് വെള്ളം കയറി. സ്റ്റാഫ് റൂമിൽ ഉൾപ്പെടെ മുട്ടറ്റം വെള്ളമായിരുന്നു. ഇതേ തുടർന്ന് 2ാം തീയതി ഇവിടെ സ്കൂൾ തുറന്നില്ല. വെള്ളം വറ്റിക്കുന്ന കാര്യത്തിൽ പാടശേഖര സമിതി കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. കുട്ടികളുടെ പഠനം മുടങ്ങിയതോടെ PTA നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മൈതാനത്തെ വെള്ളം വറ്റിക്കുന്നതിന് പാടശേഖര സമിതി അനാസ്ഥ കാട്ടുകയാണെന്ന് PTA പ്രസിഡന്റ് മായ ബിജു പറഞ്ഞു. നമ്മുടെ സ്കൂളിന്റെ ചുറ്റും പാടശേഖരമാണ്. അത് മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. അത് നിറഞ്ഞു കിടക്കുന്നത് മട പൊട്ടുകയും കൂടെ ചെയ്തായിരുന്നു. മട പൊട്ടി വെള്ളം അകത്തോട്ട് കയറി. പിന്നെ അത് പുറത്തോട്ട് അടിച്ചു കളയാൻ 3 മോട്ടോർ തറയുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതിലിപ്പോൾ പ്രവർത്തിക്കുന്ന ഒരെണ്ണം മാത്രമാണ്. അതിപ്പം പാടശേഖരക്കാരത് മുന്നിട്ട് ചെയ്യത്തില്ലെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കും. ഞങ്ങൾ കളക്ടർക്കും പഞ്ചായത്തിനും എല്ലായിടത്തും പരാതി കൊടുത്തു. എല്ലാവരും ചെയ്തു തരാമെന്ന് പറയുന്നതല്ലാതെ ഒന്നിനൊരു തീരുമാനം ആയിട്ടില്ല. 3 ആഴ്ചയായിട്ടും സ്കൂൾ തുറക്കാൻ കഴിയാത്തത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതായും കുഞ്ഞുങ്ങളുടെ പഠനത്തെ ബാധിക്കുമെന്നും അധ്യാപകർ പറയുന്നു. ഞാനവിടെ കരിമഠ സ്കൂളിൽ വന്നിട്ട് 5 വർഷമായി. അപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ അനുഭവത്തിൽ നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം എനിക്കുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടികളും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ ടീച്ചർ എന്നുള്ളവർ ഞാൻ രക്ഷിതാവുമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ആശങ്കകൾ എനിക്കും ഉണ്ട്. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പം ഓപ്പൺ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു താഴ്ച കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനൊരു അവസാനം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും കൂടെ ഒരു രക്ഷിതാവ് നിലയിലാണ് ഞാനിപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. സ്കൂൾ പരിസരത്തു നിന്നും വെള്ളം ഇറങ്ങുന്ന വിധം പമ്പിംഗ് നടത്തി ഈ മാസം 23-ന് സ്കൂൾ തുറക്കണമെന്ന് ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ, ഐമനം പഞ്ചായത്ത് കൃഷി ഓഫീസർ, പാടശേഖര സമിതി എന്നിവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കവിത ചൊല്ലി ക്വിസ് മാസ്റ്ററായി മന്ത്രി. തത്സമയം ഉത്തരങ്ങളുമായി കുട്ടികൾ. വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാന്നാനത്ത് നിർവഹിക്കാൻ എത്തിയപ്പോഴായിരുന്നു മന്ത്രി VN വാസവൻ ക്വിസ് മാസ്റ്ററായത്. വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടന പ്രസംഗം പ്രതീക്ഷിച്ചിരുന്ന മാന്നാനം സെന്റ് ഇഫ്രേംസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് മന്ത്രി VN വാസവൻ കവിത കൊണ്ടൊരു ചോദ്യമെറിഞ്ഞു. മന്ത്രി ക്വിസ് മാസ്റ്റർ ആകുന്നതും കവിത ചൊല്ലി ചോദ്യം ചോദിക്കുന്നതും കണ്ട് ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ശടപടയെന്ന് ഉത്തരങ്ങൾ പറഞ്ഞു തുടങ്ങിയതോടെ വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വായനയുടെയും അറിവിന്റെയും മലയാള കവിതയുടെയും ആഘോഷവേദിയായി. അപ്രതീക്ഷിത തത്സമയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞവർക്കെല്ലാം വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ഒരുക്കിയ ട്രോഫികൾ അപ്പോൾ തന്നെ മന്ത്രി കൈമാറുകയും ചെയ്തു. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവ ഗാനം മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറി ഒരവധിക്കാലം മായുന്നു എന്ന് തുടങ്ങുന്ന കവിത ഈണത്തിൽ പാടി അതെഴുതിയത് ആരെന്നറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മന്ത്രി പ്രസംഗം വിട്ട് കവിതകളുടെ ലോകത്തേക്ക് സദസ്സിനെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് വള്ളത്തോളിന്റെയും വയലാറിന്റെയും കുമാരനാശാന്റെയും ചങ്ങമ്പുഴയുടെയും ONVയുടെയും കവിതകൾ വരികൾ തെറ്റാതെ ഈണത്തിലും താളത്തിലും ചൊല്ലി മന്ത്രി ചോദ്യങ്ങൾ ചോദിച്ചു. കുട്ടികളും രക്ഷിതാക്കളും മത്സരിച്ച് ഉത്തരം പറഞ്ഞ് സമ്മാനങ്ങളും നേടി. വെട്ടുക, മുറിക്കുക, പങ്കുവയ്ക്കുക, ഗ്രാമം പത്തനം ജനപദമൊക്കെയും കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായും മർത്യരാവുക മാത്രം വയ്യ ജന്തുത ജയിക്കുന്നു. പുത്രരെ കൊന്നിച്ച യുദ്ധത്തിന്റെ ദുഃഖസാക്ഷിയായി എന്നും ഗാന്ധാരി കരയുന്നു. സൂര്യന് പിറന്നവൻ കരിഞ്ഞു പുത്രനേതു സൂര്യന്റെ കരിക്കാടി കുടിച്ചു ഉണർന്നതും
മാനത്ത് സൂര്യനെന്ന പോൽ പോർനിലത്തിൽ അവൻ അഭിമാനിയായി ജ്വലിച്ചതും ജയമാരുടേതെന്നാർക്കുമാർക്കും ഓതാനാവാഞ്ഞതും കാറ്റു പെയ്യുന്നു കാണാച്ചുരങ്ങൾ താണ്ടി നേർച്ചക്കോഴികൾ തന്നിടമെന്ന പോൽ. ഇതാരുടെയാണ് ഈ കവിത? യെസ്, കറക്റ്റ്, കൺഗ്രാജുലേഷൻ. ONV-യുടെ അശാന്തി പർവ്വങ്ങൾ എന്ന് പറയുന്ന ശാർങ്ഗര പക്ഷികൾ എന്ന കവിതാസമാഹാരം 18 ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറഞ്ഞവർക്കെല്ലാം ട്രോഫിയും നൽകിയാണ് മന്ത്രി മടങ്ങിയത്. വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെയും ജില്ലാ ഭരണകേന്ദ്രത്തിന്റെയും വിവിധ വകുപ്പുകളുടെയും ആഭിമുഖ്യത്തിലാണ് വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം മാന്നാനം സെന്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിദ്യാഭ്യാസം ജീവിതത്തിൽ മുഴുവൻ ആനന്ദം പകരുന്ന പ്രക്രിയയാകണമെന്ന് ഡോക്ടർ രാജു നായരാണ സ്വാമി IAS. പാല അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിലെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം ആജീവനാന്തം ആനന്ദം പകരുന്ന പ്രക്രിയയാകണമെന്ന് ഡോക്ടർ രാജു നാരായണ സ്വാമി IAS. മാനവികതയും മനുഷ്യത്വവും മൂല്യവും ഉൾക്കൊള്ളുന്നതാവണം വിദ്യാഭ്യാസമെന്നും അദ്ദേഹം പറഞ്ഞു. അരുവിത്തറ സെന്റ് ജോർജ് കോളേജിലെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ലക്ഷ്യബോധം, ലക്ഷ്യം നേടാനുള്ള പ്രതിബദ്ധത, ആത്മാർത്ഥത, ഏകാഗ്രത, ശ്രദ്ധ, അതായിരിക്കട്ടെ നിങ്ങൾക്ക് തുണയായിരിക്കുന്നത്. 400ഓളം വിദ്യാർത്ഥികളാണ് ബിരുദം പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങിയത്. PG വിദ്യാർത്ഥികൾക്കുള്ള ബിരുദ സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റി റാങ്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കുമുള്ള സർട്ടിഫിക്കറ്റുകളും കോളേജിൽ നിന്നും ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി നേടിയ വിദ്യാർത്ഥികൾക്കുമുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. കോളേജ് മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാലാരൂപത പ്രോട്ടസ്റ്റന്റ് ഡോക്ടർ ജോസഫ് തടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോളേജ് പ്രൊഫസർ ഫാദർ ബിജു കുന്നക്കാട്ട്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ, IQAC കോർഡിനേറ്റർ ഡോക്ടർ സുമേഷ് ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം. 18 വർഷങ്ങൾക്ക് ശേഷമാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം നടക്കുന്നത്. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശ പൂജകൾ നടന്നു. രാവിലെ 10, 15-നും 11-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് അഷ്ടബന്ധ കലശം നടന്നത്. ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരര്, കണ്ഠരര് ബ്രഹ്മദത്തൻ, മേൽശാന്തിമാരായ മാധവൻ പോറ്റി, പ്രദീപ് നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. 18 വർഷങ്ങൾക്ക് ശേഷമാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം നടക്കുന്നത്. ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് കലശത്തെങ്കിൽ ഉഷപൂജ നടന്നു. മരപ്പാണിയെ തുടർന്ന് അഷ്ടബന്ധലേപനം, ബ്രഹ്മകലശാഭിഷേകം, പരികലശാഭിഷേകം, പ്രസന്ന പൂജ, ദീപാരാധന തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് A അജികുമാർ എന്നിവരും നൂറുകണക്കിന് ഭക്തരും ചടങ്ങുകളിൽ സാക്ഷികളായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കന്തീശങ്ങളുടെ തിരുനാളിനോടനുബന്ധിച്ച് ഇരട്ടകളുടെ അപൂർവ സംഗമവേദിയായി കോട്ടയം കോതനെല്ലൂർ കന്തീശങ്ങളുടെ ഫൊറോന പള്ളി. തുടർച്ചയായ 19ാമത്തെ വർഷമാണ് ഇരട്ടകളുടെ അപൂർവ സംഗമവേദിയായി കോതനെല്ലൂർ ഫൊറോന പള്ളി മാറുന്നത്. ഇരട്ട വിശുദ്ധരായ കന്തീശങ്ങളുടെ നാമധേയത്തിലുള്ള കോതനെല്ലൂർ ഫൊറോന പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ഇരട്ട സംഗമത്തിനെത്തിയത് 3 ജോഡി മൂവർ സംഘം ഉൾപ്പെടെ 382 ജോഡി ഇരട്ടകൾ. ഇരട്ട വിശുദ്ധരുടെ തിരുനാളിനോടനുബന്ധിച്ച് കന്തീശങ്ങളുടെ അനുഗ്രഹം തേടിയാണ് തീർത്ഥാടന കേന്ദ്രമായ കോതനെല്ലൂർ ഫൊറോന പള്ളിയിൽ ഇരട്ട സഹോദരങ്ങളുടെ സംഗമം നടന്നത്. 84 ദിവസം പ്രായമുള്ള കാണക്കാരി പെരുമല മുകളിൽ ആൽബിൻ സെബാസ്റ്റ്യൻ, അനു ജോസഫ് ദമ്പതികളുടെ മക്കളായ ഇസബെല്ല ആൽബിൻ, ഏദൻ ആൽബിൻ എന്നിവരാണ് സംഗമത്തിൽ പങ്കെടുത്ത ഇളം തലമുറക്കാർ. 77 വയസ്സുകാരായ അതിരമ്പുഴ തെക്കേടത്ത് ജോസഫിന്റെ ഭാര്യ അന്നമ്മ ജോസഫ്, കടപ്ലാമറ്റം രണ്ടാനിക്കൽ മാത്യുവിന്റെ ഭാര്യ റോസമ്മ മാത്യു എന്നിവരാണ് സംഗമത്തിനെത്തിയ പ്രായം കൂടിയ ഇരട്ട സഹോദരങ്ങൾ. 12 ഇരട്ട വൈദികരും 6 ഇരട്ട സിസ്റ്റേഴ്സും സംഗമത്തിൽ പങ്കെടുത്തു. കോതനെല്ലൂർ ഇമ്മാനുവൽസ് HSS, ആയാങ്കുടി സെന്റ് തെരേസാസ് പബ്ലിക് സ്കൂൾ, പാഴ്ത്തുരുത്ത് SKPS, മാന്നാനം KE സ്കൂൾ, മുത്തോലപ്പുരം സെന്റ് പോൾ സ്കൂൾ, കുര്യനാട് ചാവറ പബ്ലിക് സ്കൂൾ എന്നീ സ്കൂളുകളിൽ നിന്നും ഇരട്ട സഹോദരങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. ഇരട്ട വൈദികരുടെ കാർമ്മികത്വത്തിലാണ് സമൂഹബലി നടന്നത്. ആഘോഷമായ സമൂഹബലിക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം നടന്നു.
തിരുനാൾ പ്രദക്ഷിണത്തിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പ് വഹിച്ചത് ഇരട്ട വൈദികരായിരുന്നു. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരുനാളിനോടനുബന്ധിച്ചുള്ള സന്ദേശം നൽകി. സംഗമത്തിൽ പങ്കെടുത്ത ഇരട്ട സഹോദരങ്ങളെ കന്തീശങ്ങൾക്ക് സമർപ്പിച്ച ശുശ്രൂഷ പാലാ രൂപതാ വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ നിർവഹിച്ചു. തിരുനാളിനും ഇരട്ട സംഗമത്തിനും വികാരി ഫാദർ സെബാസ്റ്റ്യൻ പടിക്കക്കൊഴുപ്പിൽ, സഹവികാരി ഫാദർ ടോം ജോസ് മാമലശ്ശേരിൽ എന്നിവർ നേതൃത്വം നൽകി. 35 ജോഡികളുമായി ഫാദർ ജോസഫ് പുത്തൻപുര വികാരിയായിരിക്കെ 2007 കോതനെല്ലൂർ ഇടവകയിൽ ഇരട്ട സംഗമത്തിന് തുടക്കം കുറിച്ചത്. സംഗമത്തിൽ പങ്കെടുക്കുവാൻ വിദൂര സ്ഥലങ്ങളിൽ നിന്നുവരെ ഇരട്ടകൾ കോതനെല്ലൂർ പള്ളിയിൽ എത്തിയിരുന്നു. ഞങ്ങളിവിടെ പപ്പയുടെ അമ്മയുടെ കൂടെ വന്നേ. കുറെ വർഷം മുമ്പ് അവരെ ഇങ്ങനെ ടിവിയിൽ കണ്ടിട്ട് ഞങ്ങളെ വിളിച്ചോണ്ട് ഞങ്ങള് കുറെ വർഷമായിട്ട് അടുപ്പിച്ച് വരുന്നുണ്ട്. ഞങ്ങളെ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുക. എന്റെ പേര് എബിൽ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏലിക്കുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് കുരുമുളക് തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ വഴി കുരുമുളക് തൈകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൂര്യമോൾ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഖിൽ അപ്പുക്കുട്ടൻ, പഞ്ചായത്ത് അംഗങ്ങളായ മാത്യൂസ് പെരുമനങ്ങാട്, ദീപ ശ്രീജേഷ്, കൃഷി ഓഫീസർ കെ പ്രവീൺ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AJ അലക്സ് റോയ്, കൃഷി അസിസ്റ്റന്റ് KV കാർത്തിക തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച ഏറ്റുമാനൂരിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 സാൻ ജോസ് കൺവെൻഷൻ സെന്ററിൽ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24-ാം തീയതി 2 മണിക്ക് പ്രതിനിധി സമ്മേളനം. ആ പ്രതിനിധി സമ്മേളനത്തിൽ അടുത്ത 3 വർഷത്തേക്കുള്ള ജില്ലാ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടക്കും. അതിനുശേഷം 5 മണിക്ക് പൊതുസമ്മേളനം ഉണ്ട്. പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വാസൻ, സഹകരണ വകുപ്പ് മന്ത്രി നിർവഹിക്കും. ആ കൂട്ടത്തിൽ അതിരമ്പുഴ പഞ്ചായത്ത്, ഏറ്റുമാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ AKCA സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയ ആളുകൾ ആശംസകൾ അർപ്പിക്കുകയും ചെയ്യും. പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ സാദരം 2025 നടന്നു. ജില്ലാ കളക്ടർ ജോൺ V. സാമുവൽ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ BG ജോജോ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചീരാങ്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു. മഴക്കാലമായാൽ അവധി നൽകുന്ന കളക്ടർ അങ്കിളിനെ നേരിട്ട് കാണാൻ LP UP സെക്ഷനുകളിലെ കുട്ടികൾ നോക്കി നിന്നത് കൗതുകമുണർത്തി. അവർക്കടുത്തെത്തി വിശേഷങ്ങൾ തിരക്കിയാണ് ജില്ലാ കളക്ടർ മടങ്ങിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നിട്ട് 3 ആഴ്ച. കോട്ടയം കരിയമഠം ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ തുറന്നിട്ടില്ല. സ്കൂളിന് സമീപത്തെ പാടത്ത് മഴ വീണ് മുറ്റവും പരിസരവും വെള്ളക്കെട്ട്. വെള്ളം വറ്റിക്കാൻ പാടശേഖര സമിതി തയ്യാറാകുന്നില്ല. വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. കവിതകൾ ചൊല്ലി ക്വിസ് മാസ്റ്ററായി മന്ത്രി VN വാസവൻ. തത്സമയം ഉത്തരങ്ങളുമായി വിദ്യാർത്ഥികളും. ജീവിതം മുഴുവൻ സന്തോഷം ഉണ്ടാകുന്നതാവണം വിദ്യാഭ്യാസമെന്ന് ഡോക്ടർ രാജു നാരായണ സ്വാമി IAS. വിദ്യാർത്ഥികൾ മനുഷ്യത്വവും മൂല്യങ്ങളും ഉൾക്കൊള്ളണം. ഭക്തസഹസ്രങ്ങളെ സാക്ഷിയാക്കി പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശ ചടങ്ങ് നടക്കുന്നത് 18 വർഷങ്ങൾക്ക് ശേഷം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.